സാധാരണ കഥകൾ ഒരു കുഞ്ഞിന്റെ ജനനത്തിലൂടെയാണ് തുടങ്ങാറുള്ളത്. എന്നാൽ ഈ കഥ തുടങ്ങുന്നത് ഒരു മനുഷ്യന്റെ ചിന്തയിൽ നിന്നാണ്. ഹംഗറിക്കാരനായ ലാസ്ലോ പോൾഗാർ ലോകത്ത് പലരും ചോദിച്ച സംശയമാണ് ചോദിച്ചത്. ജീനിയസുകൾ ജനിക്കുകയാണ് അതോ സൃഷ്ടിക്കപ്പെടുകയാണ്? പരിശീലനത്തിലൂടെ ആരെയും പ്രതിഭയാക്കി മാറ്റാം. ഇത് വെറുതെ പറഞ്ഞ് നടക്കുകയല്ല അദ്ദേഹം ചെയ്തത്. സ്വന്തം ജീവിതത്തിലൂടെ അത് തെളിയിക്കാൻ തീരുമാനിച്ചു. ലാസ്ലോ ക്ലാര എന്ന സ്ത്രീക്ക് ഒരു കത്തെഴുതി. അതൊരു സാധാരണ പ്രണയലേഖനമായിരുന്നില്ല. നമുക്കൊരുമിച്ച് ഒരു പ്രതിഭയെ വളർത്തിയെടുക്കാം എന്നതായിരുന്നു ആ കത്തിൻ്റെ സാരം. ക്ലാര അതിന് സമ്മതിച്ചു. അവർ വിവാഹിതരായി. തങ്ങളുടെ മക്കളെ ലോകത്തിലെ ഏറ്റവും മികച്ച നിലയിലെത്തിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ തിരഞ്ഞെടുത്തത് ചെസ്സായിരുന്നു. കാരണം ഒരാൾ എത്രത്തോളം മിടുക്കനാണെന്ന് കളിയിലൂടെ കൃത്യമായി അളക്കാൻ പറ്റും. തോറ്റോ ജയിച്ചോ എന്ന് നോക്കി ഒരാളുടെ കഴിവ് മനസ്സിലാക്കാം. സംഗീതമോ ചിത്രകലയോ പോലെ ആപേക്ഷികമല്ല. അവർക്ക് 3 പെൺമക്കളുണ്ടായി: സൂസൻ, സോഫിയ, ജൂഡിറ്റ്. അവരുടെ വീടൊരു സ്കൂൾ പോലെയായിരുന്നു. എവിടെ നോക്കിയാലും ചെസ് ബോർഡുകളും പുസ്തകങ്ങളും മാത്രം. കുട്ടികൾ സ്കൂളിൽ പോകാതെ വീട്ടിലിരുന്ന് ചെസ് പഠിച്ചു. എന്നാൽ ലാസ്ലോ അവരെ നിർബന്ധിച്ചല്ല പഠിപ്പിച്ചത്. മറിച്ച് ചെസ്സിനെ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാക്കി അദ്ദേഹം മാറ്റി. തെറ്റുകൾ വരുത്തുമ്പോൾ അവരെ വഴക്ക് പറഞ്ഞു, പകരം അത് തിരുത്തി കൊടുത്തു. ഈ പരീക്ഷണം വൻ വിജയമായി മാറി. സൂസൻ ലോകത്തിലെ ആദ്യത്തെ വനിതാ ഗ്രാൻഡ് മാസ്റ്ററായി. സോഫിയ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരെ തോൽപ്പിച്ച് അത്ഭുതപ്പെടുത്തി. ജൂഡിറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച വനിതാ ചെസ് താരമായി മാറി. പുരുഷന്മാരുടെ ലോക ചാമ്പ്യനായ ഗാരി കാസ്പറോവിനെ പോലും ജൂഡിറ്റ് പരാജയപ്പെടുത്തി. ജൂഡിറ്റ് പോൾഗാർ വെറുമൊരു മികച്ച വനിതാ താരമല്ല, ലോകം കണ്ട ഏറ്റവും കരുത്തരായ ചെസ് കളിക്കാരിൽ ഒരാളാണ് അവർ. തൻ്റെ സഹോദരിമാരെക്കാൾ ഒരു പടി കൂടി മുന്നിൽ പോയി. ചെസ് ലോകത്തെ പുരുഷാധിപത്യം എന്ന ചില്ലുമേൽക്കൂര തകർത്തത് ജൂഡിറ്റായിരുന്നു. 1991 വെറും 15 വയസ്സും 4 മാസവും പ്രായമുള്ളപ്പോൾ ജൂഡിറ്റ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടി. അന്ന് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ എന്ന റെക്കോർഡ് ഇതിഹാസ താരം ബോബി ഫിഷറുടെ പേരിലായിരുന്നു. അത് തിരുത്തി കുറിച്ചുകൊണ്ട് ജൂഡിറ്റ് ലോകത്തെ ഞെട്ടിച്ചു. വനിതകൾക്കൊപ്പം മാത്രം കളിച്ചാൽ തൻ്റെ കഴിവിനെ പൂർണ്ണമായി വളർത്താൻ കഴിയില്ല എന്ന് അവർ വിശ്വസിച്ചു. ലോകത്തിലെ ഏറ്റവും കരുത്തരായ പുരുഷ താരങ്ങളോട് നേരിട്ട് ഏറ്റുമുട്ടാനാണ് അവർ ആഗ്രഹിച്ചത്. സ്ത്രീകൾക്ക് ചെസ് വഴങ്ങില്ല എന്ന് ഒരിക്കൽ പരിഹസിച്ച ലോകം കണ്ട ഏറ്റവും വലിയ താരം ഗാരി കാസ്പറോവ് ജൂഡിറ്റിനോട് തോറ്റു. അദ്ദേഹം മാത്രമല്ല, മാഗ്നസ് കാൾസൺ, വിശ്വനാഥൻ ആനന്ദ്, അനറ്റോളി കാർപോവ് എന്നിവരും വീണു. ജൂഡിറ്റ് കളിക്കുന്നത് കാണുന്നത് ഒരു വേട്ടയാടൽ കാണുന്നത് പോലെയാണ്. കളിയുടെ ആദ്യ നീക്കം മുതൽ എതിരാളിയുടെ രാജാവിനെ വേട്ടയാടുന്ന ആക്രമണ ശൈലിയായിരുന്നു അവരുടേത്. മറ്റു മികച്ച വനിതാ താരങ്ങളും ജൂഡിറ്റും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. അവർ വിരമിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മറ്റൊരു വനിതാ താരത്തിനും അവരുടെ അത്രയും റേറ്റിംഗ് നേടാനായിട്ടില്ല. ലോകത്തോട് തൻ്റെ ഭ്രാന്തൻ തിയറി കൊണ്ട് ഒരു അച്ഛൻ കളിച്ച ചതുരംഗ കളി വിജയമായത് ലോകത്തിലെ ഏറ്റവും ശക്തിയായ വനിതാ ചെസ് ചാമ്പ്യൻ വഴി. എത്ര വിചിത്രമല്ലേ സ്വപ്നങ്ങൾ സത്യങ്ങൾ.